അശ്വന്ത് ഗോക്ക് ബാഡ് ബോയ് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം ഈ സിനിമ അശ്വന്ത് ഗോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഒമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിന്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ്. അതിനെന്താ അത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? സോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലിക്ക അപ്പൊ ശരിക്കും പുള്ളിക്ക് അന്നത്തെ സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു. അന്നേരം ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു പുള്ളി നല്ലത് പറയാതിരിക്കുന്നതാന്ന് തോന്നില്ലേ. ഉണ്ണി വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു, സിനിമ മോശമാണെന്ന് പറഞ്ഞു. അതെ അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കും. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ഇന്റർവെൽ വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ ഒരു റിവ്യൂ റൈറ്റർ? ഒരു പൊട്ടനും ഉണ്ടായില്ല ഈ പടം കാണാൻ. പിന്നീട് ആ 1.5 കോടിയിട്ട് പിന്നെ ആരും വന്നിട്ടില്ല. നിങ്ങൾ പറ, ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇത്. ഇപ്പൊ എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര ഇതൊന്നല്ല. ഞാൻ പോയിന്റ് മനസ്സിലായോ? എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി. ഇനി ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ, ദൃശ്യം വേണ്ട. ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാട് ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇവിടത്തിൽ തട്ടണത്. ഒക്കെ പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? അതിനെപ്പറ്റി അതൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ നിക്കരുത്. ദൈവത്തെ ഓർത്ത് അതൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ നിക്കരുത്. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിൽ ആ മമ്മൂക്കാട് ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇവിടത്തിൽ തട്ടണത്. എന്താ സാർ ഇതിൽ കൂടുതൽ താങ്ങാനുള്ള കരുത്തിരിക്കില്ല. ശശാം അവന്റെ മുഖം തന്നെ കണ്ടോ, അവന്റെ മുഖം ഇങ്ങനെയാ, പുച്ഛാണ് അവൻ എല്ലാത്തിനോട്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇവന്റെ പരിപാടി എന്താ? ഐഫോണിനെ കുറ്റം പറയാ, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ, സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. അപ്പൊ എന്താ, അപ്പൊ കൊറേ ശ്രദ്ധ കിട്ടും. എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. വിക്ഷിത്തം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. എടാ നീ ആൺകുട്ടിയാണെങ്കിൽ നീ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കും. ഇങ്ങനെയാണ് അഭിനയിക്കണ്ടേ. നീ ഒരാളെ കളിയാക്കുമ്പോ ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കും. നിങ്ങൾ കുറ്റം പറയാൻ നടക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്കും, നിങ്ങളുടെ കഴിവ് കാണിക്കും. അന്ന് ഞാൻ നിന്നെ അംഗീകരിക്കും. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല. ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം അവന്റെ ഈ സാധനം പോരാ. മനസ്സിലായടാ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല.